അച്ഛാ, അവരൊരു കുഴപ്പവും കൂടാതെ മണ്ഡപത്തിലെത്തി. എന്താ സംഭവിച്ചത്? നമ്മൾ ഏർപ്പാട് ചെയ്തിരുന്നവര് കൃത്യസമയത്ത് തന്നെ എത്തി. കൃത്യമായി കാറിനെ പിന്തുടരുകയും ചെയ്തു. അതിനിടയിൽ വേറൊരു സംഘം വന്നു, അല്പം കരുത്ത് കൂടിയവർ. അവരാരാ? അതറിയില്ല. ഒരുപക്ഷെ നമ്മുടെ തീരുമാനങ്ങൾ മണത്തറിഞ്ഞ് വരുൺ തന്നെ അവരെ ഏർപ്പാടാക്കിയതാണെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോ ഞാൻ അധികം വൈകാതെ മണ്ഡപത്തിലെത്തിക്കോളാം. മണ്ഡപത്തിനകത്ത് കയറി കഴിഞ്ഞാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. അതിനുള്ള ശ്രമം തന്നെയാണ്. താലി വെക്കുന്ന മുഹൂർത്തം വരെ എപ്പോ വേണമെങ്കിലും അത് സംഭവിക്കാം. നീ ഫോൺ വെച്ചോ. ശരി അച്ഛാ. നീ എന്താ ഇവിടെ തനിച്ചു വന്ന് നിൽക്കുന്നേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? മണവാട്ടി ഇറങ്ങുമ്പോ കാല് കഴുകിച്ചു കൊടുക്കണം. ചിലപ്പോ നിങ്ങൾ എല്ലാരും കൂടി അതും ചെയ്യിക്കും എന്നെ കൊണ്ട്. റോഷ്നി, എന്നെ എന്തിനെങ്ങനെ വിഡ്വേഷം കെട്ടിച്ചേ? ഞാൻ വരില്ലായിരുന്നല്ലോ ഒന്നിനും. എന്തായിരുന്നു ഗൂഢാലോചനകള്? എല്ലാരും ചേർന്ന് 3 ലോകവും സംഹരിച്ചു കളയുന്നൊക്കെയാണല്ലോ പറഞ്ഞത്. എന്നിട്ട് വരുൺ കൂളായിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് തിരിച്ചെത്തി. നിങ്ങളുടെ ആ ചെറിയച്ഛനുണ്ടല്ലോ, അയാളെ കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. വെറുതെ അല്ല, അയാളും അയാളുടെ കുടുംബവും ഒന്നിനും കൊള്ളാത്തവരായി പോയത്. റോഷ്നി, ശരിയാണ്. എല്ലാവരും നിന്നെ ഇതിലേക്ക് വലിച്ചഴിച്ചു, പ്രത്യേകിച്ച് ഞാൻ. അത് പക്ഷേ എന്തുദ്ദേശം കൊണ്ടായിരുന്നു എന്ന് നിനക്കറിയാലോ. മോളെ, നിന്റെ നന്മയാണ് ഞാൻ ആഗ്രഹിച്ചത്. കള്ളം പറയണ്ട. എന്റെ നന്മയെ കുറിച്ച് ആരും ചിന്തിച്ചില്ല. കണിമംഗലം ചന്ദ്രശേഖരന്റെ നേട്ടം, ചേച്ചിയുടെ നേട്ടം, അതൊക്കെയാ ചിന്തിച്ചത്. അതിൽ ഇന്ന് കരുവാക്കിയെന്നേ ഉള്ളൂ. നീ എന്നെ സംശയിക്കല്ലേ? അതെ, ഈ കെട്ടും വലമയ്ക്കലൊന്നും കാണാൻ ചിലപ്പോ ഞാൻ ഇവിടെ നിൽക്കില്ല. എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ പോയി നങ്ങ് കരുതിയാ മതി. എന്നെ തിരക്കാൻ നിക്കണ്ട. എടി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നമ്മൾ ഉണ്ടാക്കിയ തടസ്സങ്ങളൊക്കെ മറികടന്ന് വരുൺ അവളുടെ കഴുത്തിലെ താലി കെട്ടിയല്ലോ. അവളെ ഞാൻ സ്വസ്ഥതയോടെ ജീവിപ്പിക്കില്ല. നിനക്ക് പകരം കണിമംഗലത്ത് കാലെടുത്ത് വെക്കുന്ന ഒരുത്തിയും മനസ്സമാധാനത്തോടെ ഒരു രാത്രി പോലും ഉറങ്ങില്ല. അതുകൊണ്ട് എനിക്കെന്താ ഗുണം? എനിക്കെന്താ ഇതില് കാര്യം? ഇപ്പൊ എനിക്കിതിന് മറുപടിയില്ല. പക്ഷെ ഒരിക്കൽ വരുണും അവളും വേർപിരിഞ്ഞ ശേഷം ഞാൻ ചിലപ്പോ നിന്നോട് ഇതിനുള്ള മറുപടി പറഞ്ഞു നിരിക്കും. കെട്ടുന്ന താലി എത്ര ഭദ്രമായാലും ഈ ജീവിതം ഭദ്രമാവില്ല. അത് കൽപ്പന തീരുമാനിച്ചതാ. അജി, പൂജയ്ക്ക് ശേഷം ഹീറോ ഹീറോയിന്റെ ഒരു സീൻ എടുക്കണം. റൊമാൻറ്റിക് സീൻ. ഓ, ആ ഭാഗത്ത് ട്രോളി കിട്ടും. രാവിലെ പറഞ്ഞ രീതിയില്ല സാർ, കളർഫുള്ളായി. യെസ് യെസ്. ഗുഡ് മോർണിംഗ് സാർ. സുഖമായി ഉറങ്ങിയെന്നല്ലേ? ഉറങ്ങി സാർ. നിങ്ങൾ കൃത്യമായി ഉറങ്ങണം. കാരണം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് ഞങ്ങളല്ലല്ലോ, നിങ്ങളാ. നിങ്ങളെ കാണാനാണ് ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നത്. ദാ പ്രൊഡ്യൂസർ അപ്പുറത്തുണ്ട്, കണ്ടിട്ട് വരും. നിങ്ങൾ നേരെ ഇങ്ങ് പൂജാസ്ഥലത്തേക്ക് പോന്നാ മതി. അവര് കൃത്യസമയത്ത് എത്തിക്കോളും. പിന്നെ ആ ജോർജിനോട് ക്യാഷ് എടുത്ത് വെക്കാൻ പറയണം. ഓക്കെ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളൊന്ന് തുടങ്ങുകയാണ്.
സാറിന്റെ അനുഗ്രഹം വേണം. ബോയ്സ്, കാല് തൊട്ടവരൊക്കെ പിന്നെ കാല് വാരുന്നൊരു ഇൻഡസ്ട്രിയാണ്. അങ്ങനെ ആയി പോവരുത്. എൻ്റെ ഭാഗത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല സാർ. എങ്കിൽ കൊള്ളാം. ചെല്ല്. ആ ഇവനൊക്കെ സൂപ്പർ ഹീറോ ആയ നാളെ ഇവന്റെയൊക്കെ ഡേറ്റിന് വേണ്ടി ഞാൻ കയറി ഇറങ്ങി നടക്കേണ്ടി വരും. ആ ഇതാ വരുന്നു. എടോ എവിടെ ഹീറോയിൻ? നിങ്ങൾ ഒരുമിച്ച് വരാമെന്നല്ലോ പറഞ്ഞത്. പ്രിയങ്ക കൃത്യസമയത്തിന് ഇങ്ങ് എത്തും. എടോ തന്നെ കുറെ നേരമായി പ്രൊഡ്യൂസർ അന്വേഷിക്കുന്നുണ്ട്. താൻ വാ. സാർ ഇതാ ഇവിടെയുണ്ട്. സാർ ശരത്ത്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ഒക്കെ അവിടെ ഇരിക്കട്ടെ. എവിടെയാടോ ഹീറോയിൻ? വരും സാർ. എടോ, ആ പെൺകുട്ടിയുടെ കാര്യത്തില് എനിക്ക് എന്തോ ഒരു സംശയം കുടുങ്ങിയിട്ടുണ്ട്. ലക്ഷങ്ങൾ ചെലവാക്കി ഷൂട്ടിംഗ് വെച്ചിട്ട് അവസാനം എന്നെ തേച്ച് കളയോടോ? അയ്യോ ഒരിക്കലുമില്ല സാർ. ആദ്യ സിനിമയാണ്, ആദ്യമായി ഹീറോയിനായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. കുറച്ച് മുൻപേ എത്തിയെന്ന് പറഞ്ഞ് നഷ്ടപ്പെടാനൊന്നുമില്ല. ആ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് മതി ജാടയൊക്കെ എന്ന് അവളോട് പറഞ്ഞേക്ക്. അയ്യോ ജാടയൊന്നുമില്ല സാർ. ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടാവും. ആ, കൃത്യസമയത്ത് എത്തണം. കാശ് ചിലവാക്കി ഞാൻ ഈ കസേരയിരിക്കുന്നത് മണ്ടനാവാൻ വേണ്ടിയല്ല. എനിക്ക് 1 രൂപ നഷ്ടപ്പെട്ടാലും അത് 1000ങ്ങളായിട്ട് തിരിച്ചു തരേണ്ടി വരും. അത് താനായാലും തന്റെ ഹീറോയിനായാലും. മനസ്സിലായല്ലോ? ശരി സാർ. ഹലോ, ഇങ്ങോട്ട് വാ. എന്താ? തന്റെ ഒരു കാര്യം. എടോ ശരത്തെ ഒന്ന് വിളിച്ചു നോക്ക്, മനുഷ്യനെ ടെൻഷൻ ആക്കാതെ. പോയി സംസാരിക്കും. എന്റെ ഫോണിൽ വിളിക്കാൻ എനിക്കറിഞ്ഞൂടെ? ഇയാളോ അയാൾ അവിടെ ചൂട് പിടിച്ചിരിക്കുന്നു, ഇവനാണെങ്കിൽ തണുപ്പനും. എന്തൊരു കഷ്ടമാണ്. എന്താ? എടോ, അവൾക്ക് മനംമാറ്റമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. അവളുടെ കൂട്ടുകാരികളും രാധികയും ചേർന്ന് അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. നല്ല മുഖത്തോടെ അവൾ ഇരിക്കുന്നത്. ഇതൊന്ന് കഴിഞ്ഞു തീരുന്നവരെ സത്യം പറഞ്ഞ മനസ്സിനൊരു സമാധാനവുമില്ല. രാധിക അവൾക്ക് അടുത്ത് തന്നെയുണ്ട്. നമ്മുടെ അവസ്ഥയും കുടുംബത്തിന്റെ അവസ്ഥയും ഒക്കെ അവള് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തോളും പ്രിയങ്കയ്ക്ക്. നമ്മളെക്കാൾ നന്നായിട്ട് അവൾ ചെയ്യും. പിന്നെന്താ? എന്നാലും എനിക്ക് പ്രിയങ്കയെ ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം. ഇതിനിടയിൽ അങ്ങനെ ഒരു സംസാരം വേണോ? ഒന്ന് മനസമാധാനത്തോടെ ഇവിടെ നിൽക്കാൻ കഴിയണ്ടേ? താൻ വരിക. ഓരോ ആഭരണം ഇടുമ്പോഴും നിനക്ക് ഭംഗി കൂടി വരിക. ഒന്ന് സന്തോഷത്തോടെ ഇരിക്കൂ കുട്ടി. എന്താച്ചാ? ഒന്നുമില്ല മോളെ, എല്ലാം തയ്യാറായോന്നറിയാൻ. ഒരുക്കി കഴിയാറായച്ചാ? കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ മറന്നു കളയാം. മനുഷ്യജന്മത്തില് വിധി എന്നൊന്നുണ്ട്. അത് നമ്മളല്ല, ദൈവം തന്നെയാ തീരുമാനിക്കുക. അതിൽ നിന്ന് മാറി നടക്കാനൊക്കെ നമുക്ക് ശ്രമിക്കാം. പക്ഷേ ഒടുവിൽ എന്താണോ തീരുമാനിക്കപ്പെട്ടത് അതിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തിയേ പറ്റൂ. നിന്റെ യോഗം ഇതാണ്.
ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ കുറെ മുതിർന്നവരുണ്ടാവും. അവരെ ദൈവത്തിന്റെ സ്ഥാനത്ത് തന്നെ കാണണം. ആ രീതിയിൽ ബഹുമാനിക്കണം. അവരെ സ്നേഹത്തോടെ പരിചരിക്കണം. നീ പോകുന്നത് സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലേക്കാ. അവർ കോടീശ്വരന്മാരാണ്. അവിടുത്തെ സൗഭാഗ്യങ്ങളിൽ ഒരിക്കലും മതിമറക്കരുത്. അഹങ്കാരം മനസ്സിലേ ഉണ്ടാവരുത്. സാധാരണ എല്ലാവരും പറയും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കുന്നതോടെ അച്ഛനമ്മമാരുടെ ഭാരം തീർന്നു. അവർക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാന്ന്. പക്ഷെ അത് സത്യമല്ല. പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുമ്പോഴാ അച്ഛനമ്മമാരുടെ അസ്വസ്ഥത കൂടുന്നത്. അവൾ അവിടെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഏത് നേരവും ചിന്തിച്ചുകൊണ്ടിരിക്കും. അമ്മ പറഞ്ഞത് നമുക്ക് മനസ്സിലായോ? നിന്റെ ഒരു പ്രവൃത്തി കൊണ്ട് ഒരു കാരണവശാലും അച്ഛനമ്മമാർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരരുത്. അച്ഛാ, അതൊരിക്കലും ഉണ്ടാവില്ല. അച്ഛനെയോ അമ്മയോ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. പ്രിയങ്ക പറയേണ്ട മറുപടി രാധികയാണല്ലോ പറയുന്നേ. കല്യാണം ഇയാളുടെ ആണെന്ന് കരുതിയോ? നിന്നെക്കുറിച്ച് അച്ഛൻ അങ്ങനെയുള്ള ആശങ്കയൊന്നുമില്ല കേട്ടോ. പൂ ചൂടിയില്ലേ ഇതുവരെ? പൂ വയ്ക്കാൻ തുടങ്ങായിരുന്നു. എന്നിട്ട് പൂ എവിടെ? അത് എടുത്തിട്ട് വരാ. പിന്നെന്തിനാ ഇവിടെ വായും പൊളിച്ച് നിൽക്കുന്നേ? പോയി എടുത്തോണ്ട് വാ. ദേവ, അവിടെ നിന്നെ ആളുകൾ തിരക്കുന്നു. നീ വാ. മോളെ, അച്ഛൻ അങ്ങോട്ട് പോയിട്ട് വരാം. അച്ഛൻ പോയിക്കോ. എന്നെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സോന, അവിടെ സിനിമയുടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്ത് ചെയ്യാനാ? ഇത്രയും നല്ല അവസരം കിട്ടിയിട്ട് അതിന് പോവാൻ പറ്റില്ല എന്ന് വെച്ചാ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയാലോ എന്ന് വരെ എനിക്ക് തോന്നുന്നുണ്ട്. നാശം. ശരത്, തനിക്കെന്താ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തത്? ഇത് കുട്ടികളെയാണോ? സർ, അത് പിന്നെ എത്ര നേരമായി ഞാൻ അവരെ വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാഞ്ഞിട്ടല്ല, താൻ അത്രയ്ക്ക് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ്. സർ, ടെൻഷൻ ആവണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. സോ വാട്ട്? എനിക്ക് തന്നെ പിടിച്ച് നായികയാക്കാൻ പറ്റുമോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി വയ്ക്കാനാണ് തന്റെയും ആ കുട്ടിയുടെ ഉദ്ദേശമെങ്കിൽ ശരത്തെ, താൻ പലതും ഫേസ് ചെയ്യേണ്ടി വരും. ഇവനോട് നിങ്ങൾ എന്ത് കിന്നാരോ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? നിനക്കെന്നെ ശരിക്കും അറിയില്ല. കയ്യിൽ കാശുള്ള മണ്ടന്മാരെ നീ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാനതല്ല. അവളെ അവളുടെ കുടുംബത്ത് പോയി പൊക്കാനുള്ള മാർഗം എനിക്കറിയാം. കാണോ നിനക്ക്? സർ, പ്ലീസ് പ്ലീസ് സർ, ആളുകൾ ശ്രദ്ധിക്കുന്നു. ഇന്നൊരു നല്ല ദിവസമായിട്ട്. എന്ത് നല്ല ദിവസം? അവന്റെ ഇവളുടെയും കാര്യത്തില് ആദ്യമേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇനി പൂജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവന്റെ ചോര കൊണ്ടായിരിക്കും ഞാൻ പൂജ നടത്തുന്നത്. ശരത്, താൻ എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യും. ഇദ്ദേഹത്തെ കൂടുതൽ ദേഷ്യപ്പെടുത്തണം. ശരി സർ. ഓരോ തലവിധി അല്ലാതെന്ന് പറയാനാ? കൂട്ടോൾ സാർ, ഇതൊക്കെ ഇൻഡസ്ട്രിയിൽ സാധാരണമാണ്. നിങ്ങൾക്ക് സാധാരണ കാര്യമായിരിക്കും, എനിക്ക് അങ്ങനെയല്ല. ഞാൻ കാണിച്ചു തരാം എന്താ വേണ്ടതെന്ന്. വടോ. എന്ത് കാണാനാണോ നിൽക്കുന്നേ? അങ്ങോട്ട് ചെല്ലേ. പ്രൊഡക്ഷൻ പോയി ഒരു വെള്ളം കൊണ്ടോണോ?
അതെ ഞാനേ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ഇത്രയ്ക്ക് ടെൻഷനുണ്ടോ നിനക്ക്? ഇന്നത് എത്രാമത്തെ തവണയാ? എൻ്റെ ഏട്ടാ ആദ്യമായിട്ടല്ലേ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഇനിയും കല്യാണം കഴിക്കുന്നുണ്ടോ? ഒന്നും മിണ്ടായിരിക്കേട്ടാ. ഏട്ടൻ്റെ കല്യാണത്തിനെ ഏട്ടൻ കാണിച്ചു കൂട്ടിയതൊക്കെ ഞാൻ കണ്ടതാ. ഞാനേ ഇപ്പൊ വരാം. கவிதை பிறக்குது கனவே, இதயம் துடிக்குது துடிக்குது மனமே. பால் மழை பொழிந்தாலும் முகம் நினைத்தேன், வைகை கரையில் நான் தேடி வருவேன். அலைகளின் கவிதை பிறக்குது கனவே, இதயம் துடிக்குது துடிக்குது மனமே. എന്താ മണവാള ഇവിടെ നിൽക്കുന്നേ? എടാ പ്രിയങ്ക ഇതുവരെ ഒരുങ്ങിയില്ല. ഒരുങ്ങാതെ പിന്നെ മണവാട്ടിമാരെ ഒരുക്കുന്നത് എത്രയോ നേരത്തെ തുടങ്ങിക്കാണും. എടാ പൊട്ടാ ഇല്ല, ഞാൻ അയാളെ ദേ ഇപ്പൊ ഇവിടെ വെച്ച് കണ്ടതേ ഉള്ളൂ. അയാൾ സാധാരണ വേഷത്തില് ഒരു ഒരുക്കവും ഇല്ല. അതെ, കുറെ ദിവസമായിട്ട് പ്രിയങ്ക പ്രിയങ്ക എന്നുള്ള വിചാരം മാത്രമല്ലേ ഉള്ളൂ. ചിലപ്പോ വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ കണ്ടപ്പോ തോന്നിയതായിരിക്കും. എടാ അല്ല, എനിക്ക് ഉറപ്പാ അത് പ്രിയങ്ക തന്നെയായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. മുഹൂർത്ത സമയത്ത് പെൺകുട്ടി കൃത്യമായിട്ട് ഒരുങ്ങി അടുത്തു വന്നിരിക്കും. അല്ല, താങ്കളിപ്പോ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എനിക്കൊന്ന് വാഷ്റൂമിൽ പോണം. എന്നാ പോയിട്ട് വാ. എടാ എന്നാലും പോയിട്ട് വാന്ന്. വെറുതെ ആവശ്യമില്ലാതെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്. ഓ ദൈവമേ, ഈ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടിയാ മതിയായിരുന്നു. ഒന്ന് ചെല്ല്. ചേച്ചി,
ഈ വധു ഒരുങ്ങുന്ന മുറി ഏതാ? എന്തിനാ? ഞാൻ വീഡിയോഗ്രാഫറുടെ അസിസ്റ്റന്റ് ആണ്. വധു ഒരുങ്ങുന്ന മുറി അറിയണം, ലൈറ്റപ്പ് ചെയ്യാനേ, ഒരുങ്ങുന്ന വീഡിയോ എടുക്കാനാ. അവിടെയാ. ആ താങ്ക്സ് ചേച്ചി. അമ്മേ എന്താ? ദേ ആ നിൽക്കുന്നതിനെ കണ്ടോ? ദാ അവിടെ. ദാ അവനല്ലേ. അവനാ പ്രിയങ്കയുടെ കൂട്ടുകാരെ.